അത് ദൃശ്യങ്ങളാണ്. നമ്മുടെ ദൃശ്യത്തിൽ ജോർജ് കുട്ടി, അദ്ദേഹത്തിന്റെ ബുദ്ധി എത്രയാണ് 4ാം ക്ലാസ് പഠിച്ച വ്യക്തിയാണ്. പക്ഷെ എന്താ മാറ്റം? അയാൾ കണ്ട കാര്യങ്ങൾ മറന്നില്ല. ഓരോ സിനിമയിലും കണ്ട കാര്യങ്ങൾ മൂപ്പർക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഏതൊരു വിഷയവും ഒറ്റ തവണ പഠിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിയാണ്, അത് നടക്കും. പഠിക്കാൻ ചില രീതികളുണ്ട്. ആ രീതികളിലൂടെ പഠിച്ചാൽ നിങ്ങൾ ഒരൊറ്റ തവണ പഠിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അവർ പഠിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അത് അവരുടെ പഠനത്തിന്റെ പ്രശ്നമാണ്. ഒരുപാട് സമയമെടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ എടുക്കുന്ന പകുതി സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പാഠഭാഗങ്ങളും പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ നമുക്ക് അതെന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം, പഠിക്കാൻ ഒത്തിരി സമയം എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ, ഒരു ക്ലാസ് കാണാൻ കയറുന്നു. 2 മണിക്കൂറായിരിക്കാം ചിലപ്പോൾ ആ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ. നിങ്ങൾ 1.5x അല്ലെങ്കിൽ 2x ഇട്ടിട്ട് ആ വീഡിയോ കാണാൻ തുടങ്ങിയാൽ തന്നെ 2 മണിക്കൂറിലധികം സമയമെടുക്കും നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടു തീർക്കാൻ. ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണിത്? പഠന വേഗതയുടെ കുറവാണ് അല്ലേ? അത് മറികടക്കാൻ ഒരു വഴിയുണ്ട്. അതിലേക്ക് നമുക്ക് വിശദമായി വരാം. രണ്ടാമത്തെ പ്രശ്നമാണ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ യൂട്യൂബിൽ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുത്തത്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അത് വാട്സപ്പിലെത്തി, ഇൻസ്റ്റഗ്രാമിലെത്തി, റീൽസില്, ഷോർട്സിലൊക്കെ എത്തിയിട്ടാണ് അവസാനിക്കുക. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നോ? ഇല്ല. നമ്മുടെ ശ്രദ്ധ മൊത്തത്തിൽ വേറെ വഴിക്ക് തിരിയാണ്. ഈ പ്രശ്നവും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതിലേക്കില്ല, അത് മറികടക്കാനുള്ള വഴികളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, ശരിയായ പഠന രീതിയല്ല പലരും പിന്തുടരുന്നത് എന്നാണ്. പലരും പല സബ്ജക്റ്റുകളും വേണ്ട രീതിയിലല്ല പഠിക്കുന്നത്. അതിന് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മുഴുവൻ പാഠഭാഗങ്ങളും പഠിച്ചു തീർക്കാൻ കഴിയും. ഏതാണ് ആ ശരിയായ രീതി? ഓരോ സബ്ജക്റ്റും ഏത് ശരിയായ രീതിയിലാണ് പഠിക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞു തരാം. ഓർക്കുക, ഈ രീതി അറിയാവുന്നവർ ഇന്നും നമുക്കിടയിലുണ്ട്. അവരായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ. നിങ്ങളൊരു പക്ഷേ ക്ലാസ് എടുക്കുന്ന സമയത്തും ട്യൂഷൻ സെന്ററുകളിലും എല്ലാം നന്നായി പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതിനൊത്ത പ്രകടനം എക്സാമിലായിരിക്കും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയാത്തത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി, അവൻ ക്ലാസ് എടുക്കുന്ന സമയത്തും എക്സാമിനും എല്ലാം ഒരുപോലെ പെർഫോം ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനർത്ഥം അവന് ഈ ശരിയായ രീതിയിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റി നല്ല ധാരണയുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാം എന്നാണല്ലോ നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം സബ്ജക്റ്റുകളെ കുറിച്ച് കൂടി അറിയണം. നമുക്ക് ഉള്ള സബ്ജക്റ്റുകളെ പ്രധാനമായും 4ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തത് ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിഷയങ്ങളാണ്. അതായത് കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഏതൊക്കെയാണ് അതിനൊരു ഉദാഹരണം? സയൻസ് സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. എന്താ സബ്ജക്റ്റുകളുടെ പ്രത്യേകത? അവിടെ ഒരുപാട് ആശയങ്ങളുണ്ട്. അതിലെ പല ആശയങ്ങളും നമ്മൾ കാണാതെ പഠിക്കുക തന്നെ വേണ്ടി വരും. ആ കാണാതെ പഠിച്ച കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുന്നത്. അപ്പൊ കാണാതെ പഠിക്കുകയും വേണം, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയും വേണ്ട സബ്ജക്റ്റുകളാണ് ബയോളജിയും കെമിസ്ട്രിയും, ഒരു ഉദാഹരണമായി പറഞ്ഞാൽ അല്ലേ? ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്ന രീതിയിലല്ല നമ്മൾ മറ്റു വിഷയങ്ങൾ പഠിക്കേണ്ടത്. മറ്റു വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാറ്റഗറി ഏതാണ്? മെമ്മറൈസേഷൻ, അതായത് ഓർമ്മിച്ച് വെക്കേണ്ട സബ്ജക്റ്റുകൾ. ഓർത്ത് വെക്കേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഏതാണ് സബ്ജക്റ്റ്? അതെ, അത് സോഷ്യലാണ്. സോഷ്യൽ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിനും അപ്പുറം ഓർത്ത് വെക്കുകയാണ്. ഓരോ സംഭവങ്ങളെ കാലഘട്ടത്തിനനുസരിച്ച് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ജോഗ്രഫിയിലെ ഭാഗങ്ങൾ വരുമ്പോൾ അതിനെ കാണാതെ ഓരോ ഘട്ടങ്ങളായിട്ട് പഠിക്കുക. ഈ രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഹിസ്റ്ററിയിൽ കാലഘട്ടങ്ങൾ പഠിക്കുമ്പോൾ ജോഗ്രഫിയിൽ ഭൂമിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കാലാവസ്ഥയെ പറ്റിയിട്ടുള്ള വിവിധ ഘട്ടങ്ങൾ നമ്മൾ പഠിക്കുന്നു. അവിടെ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ ഓർത്തു വെക്കുന്നതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ പഠിക്കുന്നത് പോലെ ആയിരിക്കില്ല സോഷ്യൽ പഠിക്കേണ്ടത്. കൃത്യമാണല്ലോ? അതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഏതാ? ഭാഷാ വിഷയങ്ങൾ. ഭാഷാ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇതൊക്കെയാണല്ലോ. അതെങ്ങനെയാ പഠിക്കണ്ടേ? അതിൽ ഒരുപാട് കഥകളും കവിതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അത് ഈ മുമ്പ് പറഞ്ഞ 2 കാറ്റഗറിയുമായിട്ടും ഇനി 4ാമത് പറയാൻ പോകുന്ന വിഭാഗവുമായിട്ടും ഒരു ബന്ധവുമില്ല, ഇല്ലല്ലോ. ഈ കഥയും കവിതകളൊന്നും എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ചിലരൊക്കെ ബോറിംഗ് ആയിരിക്കും. അങ്ങനെ ബോറിംഗ് ആണെങ്കിൽ അത് പഠിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അതും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. 4ാമത്തേത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. അതായത് പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗിക്കാം. ഒരു ഉദാഹരണത്തിനാണ് കണക്ക്.
കണക്ക് നമുക്ക് സമവാക്യങ്ങൾ അറിഞ്ഞാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ സമവാക്യങ്ങൾ മാത്രം പഠിച്ചാൽ പോലും കണക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രായോഗിക തലത്തിൽ അത് ഉപയോഗിക്കാൻ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ ആ സബ്ജക്റ്റ് അഥവാ കണക്കെന്ന സബ്ജക്റ്റ് മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന പോലെയല്ല പഠിക്കേണ്ടത്. അപ്പോൾ ഈ 4 തരത്തിലുള്ള സബ്ജക്റ്റുകളെ അല്ലെങ്കിൽ 4 വിഭാഗം വിഷയങ്ങളെ നമുക്ക് എങ്ങനെ പഠിക്കാം? ഒന്നാമത്തെ വിഭാഗത്തിൽ നിന്ന് തുടങ്ങാം. ഒന്നാമത്തെ വിഭാഗം ഏതായിരുന്നു? സയൻസ് സബ്ജക്റ്റുകളായിരുന്നു അല്ലേ? അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കേണ്ടതുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് വെച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അതെങ്ങനെ പഠിക്കാം? ഇങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയും കുറെ കാര്യങ്ങൾ കാണാതെയും പഠിക്കേണ്ടത് കൊണ്ട് തന്നെ സയൻസ് സബ്ജക്റ്റുകൾ നമുക്ക് പെട്ടെന്ന് മടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെ മടുക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ 25 മിനിറ്റ്സ് ഡീപ് സ്റ്റഡി റൂൾ ഫോളോ ചെയ്യാം. എന്ന് വെച്ചാൽ എന്താണ്? 25 മിനിറ്റ് മാത്രം പഠിക്കാം. ആ 25 മിനിറ്റ് ഭയങ്കര ഹാർഡായിട്ട് പഠിക്കുക. 25 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക. അതിനുശേഷം ഒരു ബ്രേക്ക് എടുക്കുക. കാരണം 25 മിനിറ്റിനപ്പുറം തുടർച്ചയായി ഒരു സയൻസ് സബ്ജക്റ്റ് പഠിക്കാൻ ആർക്കും കഴിയില്ല. 25 മിനിറ്റ് പഠിച്ച ശേഷം 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിന് ശേഷം വീണ്ടും വന്നിട്ട് അടുത്ത 25 മിനിറ്റ് പഠിക്കുക. എന്നിട്ട് ശേഷം ഒരു ബ്രേക്ക് എടുക്കുക. തുടർച്ചയായി 1-2 മണിക്കൂർ ഇരുന്ന് നിങ്ങൾ എത്ര കാര്യം പഠിക്കുന്നോ അതിലും അധികം കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഈ മെത്തേഡിൽ സാധിക്കും. ഇനി ഈ 25 മിനിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. 25 മിനിറ്റ് റൂള് ഫോളോ ചെയ്യാൻ നമ്മൾക്ക് വേണ്ടത് ഫോണിൽ അലാറം വെച്ച് ഫോണാണ് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ സമയം മൊത്തം ആയോ 25 മിനിറ്റ് ആയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇനി ചിലർക്ക് ഈ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കാൻ കഴിയും, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തെടുക്കുന്നിടത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? എല്ലാം അറിയാം, ഏകദേശമൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഓർത്തെടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു റൂളാണ് ഫയർമാൻ റൂള്. ഫയർമാൻ മെത്തേഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണത്? നമ്മളൊരു അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് പഠിപ്പിക്കാം. ഒന്നുകിൽ നമ്മുടെ സുഹൃത്തിനെയോ, ഇനി ഒരു സുഹൃത്തിനെ കിട്ടിയില്ലെങ്കിൽ പുസ്തകം അടച്ചു വെച്ച് സ്വയം ആ പാഠത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ എന്തുണ്ടെന്ന് സ്വയം ഓർത്തെടുക്കുന്ന രീതിയിൽ ആലോചിച്ച് സംസാരിച്ചു കൊണ്ട് പഠിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് നമ്മളോട് തന്നെ പറയുന്ന രീതിയിൽ, നമുക്ക് തന്നെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ പഠിപ്പിച്ചാലും മതി. എഫക്റ്റീവാണ്. നിങ്ങളുടെ റിസൾട്ടിൽ ഈ രീതി വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ സബ്ജക്റ്റുകൾ ഏതൊക്കെയായിരുന്നു? ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ, സോഷ്യൽ സയൻസ്. മെമ്മറൈസേഷൻ, ഓർമ്മിച്ച് വെക്കേണ്ടത്. ഈ രീതിയിൽ, ഏത് രീതിയിൽ? 25 മിനിറ്റ് റൂൾ എന്നുള്ളത് സോഷ്യലിൽ പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ എന്താ ചെയ്യാ? സോഷ്യലിലെ തീയതിയും ഭൂപടത്തിലെ വിവരങ്ങളും ഒക്കെ ഓർത്തു വെക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് വളരെ ബോറിംഗ് ആയ സബ്ജക്റ്റ് ആണ് 99% പേർക്കും. കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടം തന്നെയല്ല, എന്നാൽ പലരും ശ്രമിക്കുന്നതും അതിനാണ്. പ്രത്യേകിച്ച് സോഷ്യൽ പോലുള്ള വിഷയങ്ങളിൽ ഇഷ്ടമല്ലാത്ത രീതിയിൽ, ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നു. റിസൾട്ടോ വളരെ മോശമായിരിക്കും. സോഷ്യല് കാണാതെ പഠിക്കാൻ വേണ്ടി കുറെ നേരം ഇരുന്ന് വായിച്ചേ കൊണ്ട് ഒരു കാര്യവുമില്ല. അതൊന്നും നിങ്ങളുടെ മൈൻഡിൽ നിൽക്കില്ല. അത് വെറുതെ ഒരു വായന മാത്രമാവും. അപ്പൊ എന്താ ചെയ്യാ? ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഡയറി മിൽക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനത് പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഡയറി മിൽക്കിന്റെ കവറിന്റെ രൂപം, കളറ്, അതിൻ്റെ ഉള്ളിലുള്ള ഡയറി മിൽക്ക്, അതിന്റെ രുചി, ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നില്ലേ? അതിന്റെ ഇമേജ് നിങ്ങൾ കണ്ണിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സ്വാഭാവികം. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഡയറി മിൽക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല സെൻസ് ഓർഗൻസും, നമ്മുടെ പല ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പല സെൻസ് ഓർഗൻസും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ? നമ്മൾ ഡയറി മിൽക്കിന്റെ ഒരു കവർ പൊട്ടിച്ചു. നിങ്ങൾ അതിപ്പോ മനസ്സിൽ കണ്ടില്ലേ? കാരണം എന്താ? ആ കവർ പൊട്ടിക്കുന്നത് കാഴ്ച നിങ്ങളുടെ കണ്ണിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതിൽ നിന്നൊരു പൊട്ടെടുത്തു ഇല്ലേ? അത് നിങ്ങളുടെ കൈ അറിഞ്ഞിട്ടുണ്ട്. ഏത്? തൊടുമ്പോ കൈയിലൂടെ അത് നിങ്ങളുടെ തലച്ചോറിലെത്തിയിട്ടുണ്ട്. ശേഷം നിങ്ങൾ അതൊരു വായിൽ വെച്ചു. അപ്പൊ അതിന്റെ ഒരു രുചി നിങ്ങളുടെ നാവ് വഴി തലച്ചോറിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ എത്ര സെൻസ് ഓർഗൻസ് പ്രവർത്തിക്കുന്നുവോ അത്രയും അധികം വിവരങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ആയിട്ടുണ്ടായിരിക്കും. അഥവാ തലച്ചോർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഏത് വഴി? ഇന്ദ്രിയങ്ങൾ വഴി, പഞ്ചേന്ദ്രിയങ്ങൾ വഴി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടും സോഷ്യലിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടാത്തത്? കാരണം അവിടെ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ, സെൻസ് ഓർഗൻസിൽ മിക്കവാറും ആരും പ്രവർത്തിക്കുന്നില്ല. കണ്ണത് കാണുന്നുണ്ട്, നമ്മളത് വായിക്കുന്നുണ്ട്, പക്ഷേ അത് യാന്ത്രികമാണ്. ഒരു മിഷൻ പ്രവർത്തിക്കുന്ന പോലെ മാത്രമാണ്. അതിന് പിന്നിൽ തലച്ചോറിലേക്ക് എത്താൻ ആവശ്യമായ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല.
കണ്ണ് കാണുന്നു എന്നതിനപ്പുറം മറ്റൊരു കാര്യവും നടക്കുന്നില്ല. കണ്ണ് കാണുന്നതിൽ ചിലത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓർമ്മ കിട്ടും, മിക്കവാറും കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓർമ്മ കിട്ടില്ല. കാരണം കൂടുതൽ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാലേ, സെൻസ് ഓർഗൻസ് പ്രവർത്തിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ തലച്ചോറിൽ നിൽക്കുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ പഠിക്കാനുള്ള മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യൂസ് യുവർ സെൻസ് ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക. സോഷ്യൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു പേനയും ഒരു നോട്ട്ബുക്കും എടുത്തു വെക്കുക. എന്നിട്ട് ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, പ്രധാനപ്പെട്ട വാക്കുകൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നിവ എഴുതി വെക്കുക. അപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു? നിങ്ങൾ വെറുതെ ഒരു വട്ടം വായിക്കുന്നതിനൊപ്പം നിങ്ങൾ കൈകൾ കൊണ്ട് എഴുതുന്നുണ്ട് അല്ലേ? ഇത് കുറച്ച് സമയമെടുക്കുന്ന പ്രവൃത്തിയാണെങ്കിലും അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ വായിക്കുന്നുണ്ട്, അത് കൈകൊണ്ട് എഴുതുന്നുണ്ട്, ആ എഴുതുന്നതും നിങ്ങൾ കാണുന്നുണ്ട്, ഒപ്പം നിങ്ങൾ അതൊന്ന് ഉറക്കെ പറയുക കൂടി ചെയ്യുക. ഉറക്കെ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവരുത്, വായിച്ച് കൊണ്ട് എഴുതുക. ഈ രീതിയിൽ എഴുതുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ കാണുന്ന കാഴ്ച തലച്ചോറിൽ പതിയുന്നത് പോലെയല്ല നിങ്ങൾ എഴുതുന്നത് കാണുമ്പോൾ. അത് ദൃശ്യങ്ങളാണ്. നമ്മുടെ ദൃശ്യത്തിൽ ജോർജ് കുട്ടി, അദ്ദേഹത്തിന്റെ ബുദ്ധി എത്രയാണ് 4ാം ക്ലാസ് പഠിച്ച വ്യക്തിയാണ്. പക്ഷെ എന്താ മാറ്റം? അയാൾ കണ്ട കാര്യങ്ങൾ മറന്നില്ല. ഓരോ സിനിമയിലും കണ്ട കാര്യങ്ങൾ മൂപ്പർക്ക് ഓർമ്മയുണ്ട്. അതുപോലെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പഠിക്കുന്ന കാര്യം സേവ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിലാണ്. ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കൂ. സോഷ്യൽ ഈസി ആയിട്ട് പഠിക്കും. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ലാംഗ്വേജ് സബ്ജക്റ്റ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമൊക്കെ അല്ലേ? ഈ സബ്ജക്റ്റുകളൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉറക്കം വരാറുണ്ടല്ലേ? ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് നിങ്ങളുടെ കുറ്റമല്ല, അത് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് മറികടന്നല്ലേ പറ്റൂ. അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫിംഗർ ടിപ്പ് മെത്തേഡ്. എന്താണ്? വിരൽ ചൂണ്ടി വായിക്കുക. എങ്ങനെ? ഇങ്ങനെ വിരൽ ചൂണ്ടാണോ? അല്ല. ഇതിപ്പോ നിങ്ങളുടെ ഒരു പുസ്തകമാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകം വായിക്കുന്നത് ഇങ്ങനെ വെറുതെ വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരും. ഈ ലാംഗ്വേജ് സബ്ജക്റ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ പെട്ടെന്ന് ഉറക്കം വരുന്ന പ്രശ്നം മറികടക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വിരൽ ഇങ്ങനെ ചൂണ്ടി നിങ്ങൾ വായിക്കുന്ന വരിയിൽ വിരൽ വെക്കുക. ആ വരിയുടെ താഴത്ത് ഇങ്ങനെ വിരൽ വെച്ച് വായിക്കുക. ചെയ്യാവുന്ന പരിപാടിയല്ലേ ഉള്ളൂ. ഈസിയാണ്. നിങ്ങൾ വായിക്കാറുണ്ട് സാധാരണയായിട്ട് സബ്ജക്റ്റുകൾ, ഏത് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ഉണ്ട്. പക്ഷെ ആ വായിക്കുമ്പോൾ ഒരു വിരൽ കൂടി പോകുമ്പോൾ അവിടെ കിട്ടുന്ന ഇമ്പാക്ട് അത് വളരെ വലുതാണ്. ഇപ്പോ നിങ്ങൾ എന്നെയും കാണുന്നുണ്ട്, ഈ ബാക്കിലെ ബോർഡിനെയും കാണുന്നുണ്ട് ഇല്ലേ? ഞാനിപ്പോ ഈ വാക്കിലേക്ക് വിരൽ ചൂണ്ടിയപ്പോ നിങ്ങളുടെ ശ്രദ്ധ മൊത്തം എന്റെ മുഖത്ത് നിന്ന് എങ്ങോട്ട് പോയി? ഈ വാക്കിലേക്ക് മാറിയില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളോട് അങ്ങോട്ട് നോക്കാൻ ഇല്ല, പക്ഷെ നിങ്ങൾ നോക്കി. അതെന്തുകൊണ്ടാ? വിരലിന്റെ പവറാണ്. ഓക്കെ, ആ രീതി ഒന്ന് പിന്തുടർന്നാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സബ്ജക്റ്റുകളും ഈസി ആയിട്ട് വായിക്കാൻ കഴിയും, ഉറക്കം വരില്ല. ഒപ്പം ലാംഗ്വേജ് സബ്ജക്റ്റ് പഠിക്കാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. അതാണ് ക്ലോസ് ബുക്ക് ആൻഡ് റീകാൾ മെത്തേഡ്. എന്താണ്? പുസ്തകം അടച്ചു വെച്ച് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർക്കുക. നമ്മൾ ഏകദേശം ഇതിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? മറ്റൊരാളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ കണ്ണാടിക്ക് മുന്നിലോ മറ്റോ നിന്ന് നമ്മൾ സ്വയം പഠിക്കുക, പറയുക, നമ്മൾ നമ്മെ തന്നെ പഠിപ്പിക്കുക. അതിനോട് അടുത്തൊരു മെത്തേഡാണ് ക്ലോസ് ബുക്ക് ആൻഡ് റീകോൾ. എന്ന് വെച്ചാൽ സിമ്പിൾ. പുസ്തകം അടച്ചു വെക്കുക, എന്നിട്ട് നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് വായിച്ചത്, ഇപ്പൊ ഒരു കഥയിൽ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു കവിതയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഓർത്തെടുക്കുക. ഇപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ച്, ഈ മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. 4ാമത്തത് നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷൻ ലെവൽ സബ്ജക്റ്റുകൾ, പ്രായോഗികമായി ഉപയോഗിക്കേണ്ട സബ്ജക്റ്റുകൾ, അഥവാ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാത്സ്. മാത്സ് പഠിക്കാൻ ഒരു ഒറ്റ വഴിയുള്ളൂ. ദാറ്റ് ഈസ് പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. വീണ്ടും 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 ചെയ്യാം. അതല്ലാതെ ഒരു വഴിയും മാത്സ് പഠിക്കാൻ ഇല്ല. അതല്ലാതെ ഒരു വഴിയും നിങ്ങൾക്ക് ഒരാളും പറഞ്ഞു തരികയും ഇല്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ട്രിഗണോമെട്രിയിൽ 10 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 10ലും വ്യത്യസ്തമായ രീതിയിലാണ് അല്ലേ? ഒരു കോമൺ രീതി അതിൽ പലതിനും ഇല്ല. അപ്പോ ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ 10 തവണ എഴുതി പഠിച്ചു എന്ന് വിചാരിക്കുക. ആ 10 തവണ പഠിക്കുമ്പോഴും നിങ്ങൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് കയറും. 10 വ്യത്യസ്ത ക്വസ്റ്റ്യനുകൾ പലതവണ എഴുതി പഠിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പാറ്റേണുകൾ, ഓരോ ചോദ്യവും തമ്മിലുള്ള സാമ്യതകൾ, ഒറ്റനോട്ടത്തിൽ കാണാത്ത സാമ്യതകൾ വരെ നിങ്ങളുടെ തലയിലേക്ക് തലച്ചോറ് കൊണ്ടുവരും. എങ്ങനെ ചെയ്യുമ്പോൾ? ഓരോ ചോദ്യവും പലതവണ എഴുതി പഠിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ ഇല്ല, ഇത് ഒരിക്കലും കറക്റ്റ് ആവില്ല, ഈ 2 ചോദ്യം തമ്മിൽ ഒരു ബന്ധമല്ല, എൻ്റയർലി ഡിഫറെന്റ് ആണെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വരെ
തലച്ചോറ് നിങ്ങൾക്ക് തരും. ഇപ്പൊ സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് പഠിക്കാന്ന് വിചാരിക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞത് ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതിയെ കുറിച്ചിട്ടാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ ഇത് നടക്കും. അവിടെ പാറ്റേണുകൾക്കാണ് പ്രാധാന്യം. അങ്ങനെ ഓരോ സബ്ജക്റ്റിലും ഓരോ പാറ്റേണുകൾ ഉണ്ടായിരിക്കും, ഓരോ കണക്ഷൻസ് ഉണ്ടായിരിക്കും. അത് മനസ്സിലാവണമെങ്കിൽ തലച്ചോർ സ്വയം ഓരോ പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ ചോദ്യവും പലവട്ടം ചെയ്യണം. ഇപ്പൊ എ എന്താ ചെയ്യുന്നത്? പല വിവരങ്ങൾ ക്രോഡീകരിച്ച് ഒരു ഒറ്റ വിവരമായിട്ട് തരികയല്ലേ. അതുപോലെ പല വിവരങ്ങൾ ക്രോഡീകരിച്ച് ഓർഡറാക്കി ഒരൊറ്റ വിവരമായി തലച്ചോർ തരണമെങ്കിൽ നിങ്ങൾ മാത്സ് പല തവണ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഇതോടൊപ്പം നമുക്ക് ഒരു മെത്തേഡ് കൂടി പറയാം. അതാണ് എറർ ലോഗ് ബുക്ക്. എന്താണ് എറർ ലോഗ് ബുക്ക്? ഇത് നല്ല മാർക്കോട് കൂടി വലിയ എക്സാംസ് പാസ്സാവുന്നവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരമായി വരുത്തുന്ന മിസ്റ്റേക്കുകൾ. മാത്സ് എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മാത്സിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു സമവാക്യം, ഒരു ഇക്വേഷൻ തെറ്റിക്കുന്നു എന്ന് വിചാരിക്കുക. അത് മാത്രം ഒന്ന് എഴുതി വെക്കുക. സോഷ്യലിൽ നിങ്ങൾക്ക് ഒരു സംഭവം, ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു എസ്റ്റേറ്റിനെ കുറിച്ചാണ് നിങ്ങൾ മറക്കുന്നതെന്ന് വിചാരിക്കുക. അത് എഴുതി വെക്കുക. ഇപ്പൊ ഒരു പക്ഷേ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾ മറക്കുന്നത് ഇന്ത്യ ആറ്റിക്കിലെ ആ നായകന്റെ പേരായിരിക്കും, അല്ലെ? അപ്പൊ അത് മാത്രം എഴുതി വെക്കുക. ഇങ്ങനെ ഒരു എറർ ലോഗ് ബുക്ക് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ സ്ഥിരമായി വരുത്തുന്ന തെറ്റുകൾ അത് മാത്രം എഴുതി വെക്കുക. അത് നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അവസാനമായി ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. അത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ ഈ മെത്തേഡിൽ പഠനം ആരംഭിച്ച് ഇതൊരു ട്രാക്കിലായ ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പഠനം ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ താനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വഴി കിട്ടും. ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും. അപ്പൊ എൻ്റെ അവസാനത്തെ ടിപ്പ്, ഫൈൻഡ് യുവർ വേസ്. നിങ്ങൾ നിങ്ങളുടേതായ വഴികൾ കണ്ടെത്തുക. പക്ഷേ അത് ഒറ്റയടിക്ക് പോയിട്ട് ഞാൻ എൻ്റെ പുതിയ വഴി കണ്ടെത്തണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആരും വാസ്കോ ഡ ഗാമയല്ല, ഇന്ത്യയിലേക്കുള്ള വഴിയും കിട്ടില്ല. ആദ്യം ഇപ്പൊ പറഞ്ഞ മെത്തേഡുകൾ ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്ത് ഒരു ട്രാക്കിലാവുമ്പോൾ, ഒരുപാട് തവണ ഇതിങ്ങനെ പിന്തുടരുമ്പോൾ, ഒരേ മെത്തേഡ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയകൾ നിങ്ങളുടെ തലച്ചോറിൽ രൂപപ്പെടും. അപ്പൊ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ആ രീതിയിൽ പഠിച്ചാൽ മതിയാവും. അപ്പൊ ഇപ്പൊ പറഞ്ഞ മെത്തേഡുകൾ നിങ്ങൾക്കൊരു ബിഗിനിങ് ആണ്, എന്താണ്, സ്റ്റാർട്ടിങ് ആണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചിരുന്ന രീതികൾ തെറ്റാണ്. അതല്ലാതെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ പഠിക്കുക എന്നതിനുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ ഇട്ടത്. അത് നിങ്ങൾക്ക് തൽക്കാലം എത്ര കാലം വേണേലും ഉപയോഗിക്കാം. എത്ര കാലം ഉപയോഗിച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു മെത്തേഡിലേക്ക് എത്തുകയാണെങ്കിൽ അത് നന്നായി വരും എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും എത്തണമെന്നില്ല, എല്ലാവരും എത്തണമെന്നുമല്ല. എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡുകൾ ഫോളോ ചെയ്യാം, എത്ര കാലം വേണേലും ഫോളോ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മെത്തേഡ് രൂപപ്പെടുത്താൻ കഴിയേണ്ടതാണ്. 99% പേർക്കും കഴിയുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ആ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.